സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2024 ഫെബ്രുവരി 18 ഞായർ. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്. ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിന്റെ നടപടിയുണ്ടാക്കാത്തതിനെതിരെ അണപൊട്ടി ജനരോഷം. കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന പാക്കം സ്വദേശി പോളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളിയിൽ ജനക്കൂട്ടം മണിക്കൂറുകൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി. പുൽപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാർ വനം വകുപ്പിന്റെ ജീപ്പ് തടയുകയും വാഹനത്തിന് മുകളിൽ വനം വകുപ്പിന് റീത്ത് വെക്കുകയും ചെയ്തു. ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും റൂഫ് വലിച്ചു കീറുകയും ചെയ്തിട്ടുണ്ട്. കേണിച്ചിറയിൽ കഴുവ പിടിച്ച പശുവിന്റെ ജഡം ജീപ്പിന് മുകളിൽ കെട്ടിവെക്കുകയും പോലീസ് വാഹനവും തടഞ്ഞു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോളിന്റെ ആശ്രിതർക്ക് സർക്കാർ ജോലി, അർഹമായ ധനസഹായം എന്നിവ ഉറപ്പാക്കണമെന്നാണ് പ്രധാന ആവശ്യം. ശുപാർശ പറ്റില്ലെന്നും ഉറപ്പു വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ഫെബ്രുവരി 22 മുതൽ സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നു. കരാർ ലംഘിച്ച സിനിമകൾ OTTയിൽ നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി സംഘടന രംഗത്തെത്തിയിട്ടുള്ളത്. തിയേറ്റർ ഉടമകളുടെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തിയേറ്ററിലെത്തി 42 ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിനിമ OTTക്ക് നൽകുകയുള്ളൂ എന്ന സത്യവാങ്മൂലം ഫിലിം ചേംബറിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നൽകുന്നതാണ്. ഇത് പലതവണയായി പല നിർമ്മാതാക്കളും ലംഘിച്ച് സിനിമ ഇറങ്ങിയ ഉടൻ തന്നെ OTTക്ക് കൊടുക്കുന്നതായി കാണുന്നുണ്ട്. ഇത് തിയേറ്റർ ഉടമകൾക്ക് നഷ്ടമുണ്ടാക്കുന്നതായും ഫിയോക് ഭാരവാഹികൾ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ റിലീസ് സമയത്ത് നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതം 60% നിന്ന് 55% കുറക്കണമെന്നും തിയേറ്റർ ഉടമകൾ ആവശ്യപ്പെടുന്നു. നിലവിൽ സിനിമ റിലീസ് നിർത്തിവെക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നാണ് ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് ക്യാൻസറിന് കാരണമാകുന്ന പഞ്ഞിമിഠായിക്കെതിരെ നിരോധനം ഏർപ്പെടുത്തി തമിഴ്നാടും എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് പോണ്ടിച്ചേരി സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്യാൻസറിന് കാരണമാകുന്ന മാരക രാസവസ്തു കണ്ടെത്തിയതോടെയാണ് പഞ്ഞിമിഠായിക്ക് തമിഴ്നാടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മാസം 9 പുതുച്ചേരി സർക്കാർ പഞ്ഞിമിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ചെന്നൈയിലെ സ്റ്റാളുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ച് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. വിൽപ്പന നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യനും അറിയിച്ചു. സമീപകാലത്തായി നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് കാരണമാകുന്ന റോഡോമൈൻ B എന്ന രാസവസ്തു പഞ്ഞിമിഠായിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഈ സാഹചര്യത്തിൽ വിൽപ്പന നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് അധികൃതരുടെ നീക്കം. ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് ഉയർന്ന ചൂടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി. ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജ്ജലീകരണവും ദേഹാസ്വസ്ഥവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും സൂര്യാതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ 11 മുതൽ 3 വരെ വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്നും സൂര്യാതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ PHC, CHC മെഡിക്കൽ ഓഫീസർമാർക്കും താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്കും അടിയന്തര നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. അതേസമയം അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോൾ ശരീരം കൂടുതലായി വിയർക്കുകയും ജലവും ലവണങ്ങളും നഷ്ടപ്പെട്ട് പേശീവലിവ് അനുഭവപ്പെടുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് നിലവിലെ ചൂട് കാരണമാകുന്നത്. അതുകൊണ്ടുതന്നെ പ്രത്യേക ജാഗരൂകരാകണമെന്നും നിർദ്ദേശമുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തേതും 5ാമത്തേതുമായ അപ്ഡേറ്റ് ഫാസ്ടാഗുകൾ നൽകുന്നതിനുള്ള അംഗീകൃത ബാങ്കുകളിലൊന്നായി പേടിഎമ്മിനെ ഡിലീറ്റ് ചെയ്യാൻ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. NHAIയുടെ ടോൾ പിരിവ് നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റേതാണ് തീരുമാനം. RBI PBLന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് അംഗീകൃത ബാങ്കുകളുടെ പട്ടികയിൽ നിന്നാണ് PBLനെ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തതായി NHAI പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. RBI 2024 ജനുവരിയിൽ PBLന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 6 മാസത്തേക്ക് പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതും തടഞ്ഞിരുന്നു. അതേസമയം പേടിഎം പേയ്മെന്റ് ബാങ്ക് നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഉപഭോക്തൃ അക്കൗണ്ടുകൾ, വാലറ്റുകൾ, ഫാസ്ടാഗുകൾ എന്നിവയിലെ നിക്ഷേപങ്ങളോ ടോപ്പപ്പുകളോ RBI നിർത്തി ദിവസങ്ങൾക്കകമാണ് തീരുമാനം.
ഈ വർഷം ജനുവരി 19 ഉപയോക്താക്കൾക്ക് പുതിയ ഫാസ്ടാഗുകൾ നൽകുന്നതിൽ നിന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിനെ ഏജൻസി വിലക്കിയിരുന്നു. നേരത്തെ ഫെബ്രുവരി 29 മുതൽ പേടിഎം വാലറ്റിലേക്കും ഫാസ്ടാഗിലേക്കും പണം ചേർക്കുന്നത് RBI വിലക്കിയിട്ടുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.